നമസ്കാരം. നമ്മുടെ +1 മാത്സ് എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻസിന്റെ നിലവാരം കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ ആയതുകൊണ്ട് തന്നെ മൊത്തത്തില് എക്സാം എളുപ്പമില്ല എന്നുള്ളൊരു സംവിധാനത്തിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭാവിയിലും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും, ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നേരിടേണ്ടി വരിക. അപ്പൊ ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ആൻസർ ഒന്ന് എളുപ്പത്തിൽ ഒന്ന് വേഗം നോക്കി പോയാലോടാ മക്കളെ. അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എയും ബിയും രണ്ട് സെറ്റാണ്. എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി ഈക്വൽസ് ടു എന്താണെന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എടാ മക്കളെ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എന്തായിരിക്കും വരിക? അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംഗിൾട്ടൺ സെറ്റ്. ഇതിൽ സിംഗിൾട്ടൺ സെറ്റ് ആയിട്ടുള്ള ആളാരാണെന്നുള്ളതാണ് മക്കളെ. ഓപ്ഷൻ എ ആണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വെൻ ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനാണോ മക്കളെ? എ മൈനസ് ബി യൂണിയൻ സിയുടെ. അപ്പൊ എ മൈനസ് ബി യൂണിയൻ സിയുടെ വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ പറയാ, ഈ പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ വേണ്ടി വരും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. അപ്പോൾ ഇതിനെ എ ആയിട്ട് എടുക്കുകയാണ്, ഇത് ബി ആയിട്ടും ഇത് സി ആയിട്ടും എടുക്കുകയാണെങ്കിൽ എ മൈനസ് ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് മക്കളെ, ഈ ഒരു പോർഷനാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് 1 മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, അതിന് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റോസ്റ്റർ ഫോമിൽ ആരൊക്കെയാണ് മക്കളെ വരുന്നത്? 1 7, പിന്നെ അതുപോലെ ആരൊക്കെയാ വരിക? 2 5, ദെൻ അടുത്തത് 3 5. ഇങ്ങനെ 3 ആൾക്കാരാണ് അതിനുള്ളിൽ വരുന്നത്. ഇനി ഇതിനുള്ളിൽ ഡൊമൈനും റേഞ്ചും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കും വരിക? ഡൊമൈൻ എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും വരിക? 1 2 3. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും മക്കളെ വരിക? 5 7. ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്തത് എയും ബിയും 44 എലമെന്റ്സ് വീതമുള്ള ഒരു സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും കോമൺ ആയിട്ടുള്ള ആ ഒരു എലമെന്റ്സിന്റെ എണ്ണമാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 44ന്റെ സ്ക്വയർ ആണ് വരിക. ആൻസർ ആയിട്ട് വരുന്ന ആള് 1936. 44ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരുടെ മക്കളെ വരിക? 1936. ഇതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോസ് 1 ഡിഗ്രി അതുപോലെ കോസ് 2 ഡിഗ്രി ഇൻറ്റു കോസ് 179 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക എന്നുള്ളത്? 0 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്, ഹൗ ഫാർ ഡസ് ഇറ്റ് മൂവ് 40 മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ആ മൂവ് ചെയ്യണ ലെങ്ത് എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ ആയിട്ട് വരിക 6.8 സെന്റിമീറ്റർ ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ, how many four digit numbers can be formed using the digit 0 1 2 3 4 5 no digit being repeated? എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 300 ആണ്. 300 നമ്പർ ഓഫ് എന്താ പറയുക, 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NP4 ഡിവൈഡഡ് ബൈ n-1. ഇവിടെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്നിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ എനിക്ക് 10 എന്ന് പറഞ്ഞിട്ടാണ് വരിക. എന്നിന്റെ വാല്യൂ 10 എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ ഈ 2 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതാണ്. ദ തേർഡ് ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് ഫോർ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് ആ മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 5 ടേമിന്റെ പ്രൊഡക്റ്റ് എത്രയാണ് വരിക? ഒന്നാമത്തെ ആൻസർ എത്രയായിട്ടാണ് വരിക? 1024 ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്, 1024. ഇനി 3 2 7 6 8 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 8ാമത്തെ ടേം ആണെന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ദ സ്ലോപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ എന്താ പറയാ, the slope of a straight line which does not intersect x axis എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും പറയുന്നത്? 0 ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും പറയുന്നത്? 0 ആയിരിക്കും. അല്ലെങ്കിൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, ആ ഒരു കൺസെപ്റ്റിലാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ -3 5 ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 1 0 ആൻഡ് -4 -1 എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് വരിക, ഫൈനൽ ആൻസർ ആയിട്ട് വരിക 5x minus y plus 20 is equal to 0 എന്ന് പറയുന്നതാണ് മക്കളെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യനില് ഒരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P lies inside C ബട്ട് ഔട്ട്സൈഡ് ഇ എന്ന് പറയണ ഈ ഓപ്ഷൻ ഡി ആണ് മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ
ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോക്കസ് ഇൻ ദി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള എക്സ് സ്ക്വയർ പ്ലസ് 9y ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മളോട് ഫോക്കസ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്കസ് എന്താണ് മക്കളെ വരിക, 0,-9/4 എന്ന് പറയണതും അതുപോലെ എന്താ പറയാ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തായിരിക്കും ഇവിടെ മക്കളെ വരിക, 4y - 9 ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ആൻസർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടൂടാ മക്കളെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു x⁻² n divided by x-2 is equal to 80. Then n is equal to എന്തായിരിക്കും മക്കളെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക, ആരായിരിക്കും, 5 ആയിരിക്കും വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 f(x) ഉം അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 f(x) ഉം ലിമിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ലിമിറ്റ് വരിക, ആദ്യത്തെ കേസിൽ ലിമിറ്റ് വരുന്നത് എത്രയാണ് മക്കളെ, എക്സ്റ്റെൻഡ്സ് ടു 0 f(x) കേസിൽ ലിമിറ്റ് വരിക 3 ഉം അതുപോലെ എന്താ പറയുക എക്സ്റ്റെൻഡ്സ് ടു 1 ആകുമ്പോൾ എന്തായിരിക്കും വരിക, 6 ആയിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത് ലിമിറ്റ് വരിക എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ a is equal to 1 2 3 4 5. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് a which contain exactly 2 elements. 2 എലമെന്റ്സ് മാത്രമുള്ള സബ്സെറ്റിന്റെ എണ്ണം എന്നുള്ള കോമ്പിനേഷൻ വെച്ചിട്ടാണ് ചെയ്യുക. 5c2 is equal to എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ 10 എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരിക. ദെൻ അടുത്തത് a യൂണിയൻ b തന്നിട്ടുണ്ട്, നമ്മളോട് ആ ഒരു വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്റെ മക്കളെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ട് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇതിനെ നമ്മൾ LHS ആയിട്ടും അതുപോലെ ഇതിനെ എന്തായിട്ട് എടുക്കുക മക്കളെ RHS ആയിട്ട് എടുക്കുക. LHS കണ്ടുപിടിക്കുക RHS കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 മാർക്ക് നമുക്ക് കിട്ടൂടാ മക്കളെ. then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് z ആണ്, f(x) is equal to ax plus b ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എത്രയായിട്ടാണ് മക്കളെ കിട്ടുക, എയുടെ വാല്യൂ -1, എയുടെ വാല്യൂ 2 ആയിട്ടും എയുടെ വാല്യൂ 2 ആയിട്ടും ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എയുടെ വാല്യൂ 2 ആയിട്ടും അതുപോലെ ബിയുടെ വാല്യൂ -1 ആയിട്ടാണ് മക്കളെ വരിക. എയുടെ വാല്യൂ 2 ആയിട്ടും ബിയുടെ വാല്യൂ -1 ആയിട്ടാണ് വരിക. ഇവിടെ എയുടെ വാല്യൂ 2 ആയിട്ടും അതുപോലെ ബിയുടെ വാല്യൂ -1 ആയിട്ടാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ -1 ആണ് വരിക. ഇനി അടുത്തത് ഫംഗ്ഷൻ f(x) is equal to നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷന്റെ ആ ഗ്രാഫ് വരയ്ക്കാനും അതുപോലെ അതിന്റെ റേഞ്ച് എഴുതാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഗ്രാഫിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നോക്കിയാൽ മക്കളെ ഇത് x ആക്സിസ് ഇത് y ആക്സിസ് ആയിരിക്കും വരിക. ഇങ്ങനെ ആയിരിക്കും ഏകദേശം നമ്മുടെ ഗ്രാഫ് വരിക എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരിക എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് r is equal to എന്തായിരിക്കും മക്കളെ വരിക, r is equal to എന്തായിരിക്കും വരിക, ക്ലോസ്ഡ് ഇന്റർവെൽ 1, ക്ലോസ്ഡ് ഇന്റർവെൽ 1, ഇതായിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഈ പറഞ്ഞ ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ a+ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. a+ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ, i എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി എവിടെയായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക, y ആക്സിസിലായിരിക്കും. അതായത് ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആണല്ലോ. അപ്പൊ y ആക്സിസ് മാത്രമായിരിക്കും അത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോംപ്ലക്സ് നമ്പർ എവിടെയായിരിക്കും, y ആക്സിസിമലിറ്റി ആയിരിക്കും. പിന്നെ അടുത്തത് z1 2 - 1 z2 -2 + i ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് ഫൈൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ് മക്കളെ, ഇതിന്റെ ഫൈനൽ ആൻസർ എന്തായിട്ടാ വരിക, √5 ആണ്. 12th ക്വസ്റ്റ്യൻ സോൾവ് ദ ഇൻഇക്വാലിറ്റി x + 11 divided by x - 3 greater than 0 for real x. നമുക്ക് എങ്ങനെയാണ് മക്കളെ വരിക എന്നുള്ളത്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇന്റർവെല്ലുകളായിട്ടാണ് മക്കളെ ആൻസർ വരുന്നത് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് -∞ മുതൽ -11 വരെയും -∞ മുതൽ -11 വരെയും പിന്നെ അതുപോലെ 3 മുതൽ
ഇൻഫിനിറ്റി വരെയും. അപ്പൊ ഇത് ഈ രണ്ട് ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടാ മക്കളെ, യൂണിയൻ ആയിട്ട് എഴുതുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഇത് ചെയ്ത് ആ ഒരു ആൻസറിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. then അടുത്തത് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എറ്റ്സിട്ര പ്ലസ് NCN നമ്മളോട് എന്താ പറയാ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക എന്നുള്ളതാണ്. 2n ആയിരിക്കും വരിക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 2n ആയിരിക്കും വരിക. നമുക്ക് മറ്റേ 1+1 എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്തത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഏകദേശം വരിക എന്ന് പറയുന്നത് 32 ഡിവൈഡഡ് ബൈ x⁵5 മൈനസ് 40 ഡിവൈഡഡ് ബൈ x³ പ്ലസ് 20 ഡിവൈഡഡ് ബൈ x മൈനസ് 5x plus 5x³ divided by 8 minus x⁵5 by 32. ഇതാണ് മക്കളെ അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു ആൻസറിലോട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. അടുത്തത് the sum of first 3 terms of a GP is 16 and sum of the next 3 terms is 128. Determine the first term, the common ratio and the sum to n terms എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് a ഫൈൻഡ് ചെയ്യണം, r കണ്ടുപിടിക്കണം, പിന്നെ അതുപോലെ SN. ഈ 3 ആൾക്കാരെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിൽ എ എത്രയായിട്ട് കിട്ടിയിട്ടുണ്ടാവും, എ എന്ന് പറയുന്നത് 16/7 ആയിട്ട് വന്നിട്ടുണ്ടാവും. r ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരുന്നത്, 2 ആണ് വരുന്നത്. ഇനി അതുപോലെ SN ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാൻ പറ്റും, 16/7 ഇൻറ്റു 2n-1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. Then അടുത്തത് a straight line L through the point 3, -2 is inclined at an angle 60 degree with the line √3x plus y is equal to 1. Find the equation of line L. ഈ ലൈൻ എല്ലിന്റെ ഇക്വേഷൻ ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിട്ടാണ് മക്കളെ വരിക എന്ന് പറയുന്നത്, √3x മൈനസ് y മൈനസ് 3√3 പ്ലസ് 2 is equal to 0. അല്ലെങ്കിൽ എന്താ പറയാ, √3x മൈനസ് 3√3 മൈനസ് y മൈനസ് 2 is equal to 0 എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഞാനിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു മാത്രം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ ഈ ഒരു ഫൈനൽ ആൻസറിലോട്ട് എന്റെ മക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര മാർക്ക് കിട്ടൂടാ, 4 മാർക്ക് കിട്ടും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ വരുന്നത്, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ABC ഫ്രം YOZ പ്ലെയിൻ ഈസ്. YOZ പ്ലെയിനിൽ നിന്ന് ഇവിടേക്കുള്ള ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്, എ ആയിരിക്കും വരിക. അതായത് ഇതില് ഫസ്റ്റത്തെ ആ ഒരു ആള് എ ആയിരിക്കും വരിക. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തായിരുന്നു മക്കളെ, the point 2, -3, 4 lies in ഏത് ഒക്ടന്റിലാണെന്നുള്ളതാണ്. അപ്പൊ XOYZ YZ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ സിയിലാണ് ആ മക്കളെ വരുന്നുണ്ടാവുക. എവിടെയായിരിക്കും വരുന്നുണ്ടാവുക, ഓപ്ഷൻ സിയിലായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ അടുത്തത് a line is parallel to XY plane if all the point on the line have equal coordinate. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും മക്കളെ, മൂന്നാമത്തെ ആൻസർ എവിടെയായിരിക്കും വരിക, സെഡ് കോർഡിനേറ്റിലായിരിക്കും വരിക. എവിടെയായിരിക്കും വരിക, സെഡ് കോർഡിനേറ്റിലുള്ള ആ ഒരു അവസ്ഥയിലാണ് പറയുക നമുക്ക് അതിനെ. L is the foot of the perpendicular drawn from a point 678 on the XZ plane. What is the coordinate of the point L? L എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് ഏതാ മക്കളെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക, 6,0,8. ഈ പറഞ്ഞ ഒരു ആൻസർ കിട്ടി, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് 17th ക്വസ്റ്റ്യൻ ആണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. cos x is equal to -4/5 ആണ്. അങ്ങനെയാണെങ്കിൽ cos x/2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. cos x/2ന്റെ വാല്യൂ എന്താണ് മക്കളെ വരിക, 3 ഡിവൈഡഡ് ബൈ √10 പറഞ്ഞിട്ട് വരും. എന്തായിരിക്കും വരിക, 3 ഡിവൈഡഡ് ബൈ √10 പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അടുത്തത് പ്രൂവ് ദാറ്റ് cos 24 ഡിഗ്രി പ്ലസ് cos 55 ഡിഗ്രി പ്ലസ് cos 125 ഡിഗ്രി is equal to etc. is equal to 1/2 അല്ലേ. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞതിന്റെ LHS എടുക്കുക. ആ LHS ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് തന്നെ എന്ത് കിട്ടും, ഈക്വൽ ടു RHS എന്ന് കൊണ്ടുവരും. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ sin x മൈനസ് 3x sin 3x ഡിവൈഡഡ് ബൈ sin square x മൈനസ് cos square x is equal to 2 sin x. ഈ പറഞ്ഞ മാതിരി ഈ ഒരു ചോദ്യവും അതുപോലെ LHS എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ മക്കളെ,
എൽ എച്ച് എസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എൽ എച്ച് എസ് എടുത്ത് എൽ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ് എൽ എച്ച് എസ് എന്ന് അറിയാലോ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ എൽ എച്ച് എസ് എടുത്ത് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ഓൾറെഡി പ്രൂവ് ആയിട്ട് വരും. അപ്പൊ ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്ത ചോദ്യമായിരുന്നു. then അടുത്തത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് ക്രിക്കറ്റ് ടീം ഓഫ് 11 from 17 players in which only 5 person can bowl if each cricket team of 11 must include exactly 4 bowlers എന്നാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൻസർ ആയിട്ട് എത്രയാണ് വരിക 3960 ആണ് വരിക. 3960 ആണ് ഫസ്റ്റത്തെ ആൻസർ ആയിട്ട് വരിക. then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുക 52 കാർഡുകളുടെ ഡെക്കിൽ നിന്ന് 5 കാർഡ് കോമ്പിനേഷൻ ആണ് അല്ലേ ഒരു കിങ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരെണ്ണം എന്താ പറയാ കിങ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായിരിക്കും ഇവിടെ മക്കളെ വരിക 778320 ഇതായിരിക്കും സെക്കൻഡ് വണ്ണിന്റെ ആൻസർ. തേർഡ് വൺ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഓൾ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസാസിനേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് ഓൾ വോവൽസ് ഒക്യൂർ ടുഗദർ. ഓൾ വോവൽസ് ഒക്യൂർ ടുഗദർ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 50400 50400 അല്ലെങ്കിൽ 50,400 ഇതായിരിക്കും മക്കൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. then 19th ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോസി വെർട്ടിസസ് എസെൻട്രിസിറ്റി ലെങ്ത് ഓഫ് ലെറ്റർ സെക്ടം ഓഫ് ദ ഹൈപ്പർബോള 5y² - 9x² 36 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഫോസി എന്താണ് കൊണ്ട് കിട്ടൂടാ മക്കളെ. ഫോസി എന്താണ് കൊണ്ടാ വരിക ഫോസി എന്ന് പറയുന്നത് 0, +/- 2√14 ഡിവൈഡഡ് ബൈ √5 എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് മക്കളെ നമ്മുടെ ഫോസി വരുന്നത്. then അടുത്തത് വെർട്ടീസസ് വരുന്നത് 0, +/- 6/√5 ഇതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത് വെർട്ടീസസ് വരുന്നത്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത് എസെൻട്രിസിറ്റി ആണ്. എസെൻട്രിസിറ്റി വരുന്നത് √14 ഡിവൈഡഡ് ബൈ 3 ആണ് എസെൻട്രിസിറ്റി വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എത്രയാണ് മക്കളെ വരിക 4√5 ഡിവൈഡഡ് ബൈ 3 4√5 ഡിവൈഡഡ് ബൈ 3 ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 മാർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂടാ മക്കളെ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി ഓഫ് എൻ എലിപ്സ് ഈസ് ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഫൈൻഡ് ദ എസെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എസെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് എന്തായിരിക്കും മക്കളെ വരിക ഫൈനൽ ആൻസർ ആയിട്ട് വരിക √2 - 1 ആണ് വരിക. √2 - 1 എന്ന് പറഞ്ഞിട്ടാണ് വരിക. then അടുത്ത ക്വസ്റ്റ്യൻ 20 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 20-ലെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എയും ബിയും കോൺസ്റ്റന്റ് ആണ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക ഒന്നാമത്തെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക -4a ഡിവൈഡഡ് ബൈ x⁵5 പ്ലസ് 2b ഡിവൈഡഡ് ബൈ x³ മൈനസ് sin x ഇതായിരിക്കും ഒന്നാമത്തെ വരിക. then രണ്ടാമത്തെ ആൻസർ എന്ന് പറയുമ്പോൾ x⁵5 മൈനസ് cos x ബൈ sin x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് വരിക 5x⁴ ഇൻറ്റു sin x മൈനസ് x⁵5 cos x പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ sin സ്ക്വയർ x എന്ന് പറഞ്ഞിട്ടാണ് വരിക. then അവസാനത്തെ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക -12 ഡിവൈഡഡ് ബൈ x⁵5 പ്ലസ് 36 ഡിവൈഡഡ് ബൈ x⁻10 ഇതാണ് മക്കളെ ഏറ്റവും മൂന്നാമത്തെ ആളുടെ എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു 3 ഡെറിവേറ്റീവ് കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ 6 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. മൊത്തത്തില് ചില ക്വസ്റ്റ്യൻസ് എന്തെന്ന് പറയാ ഭയങ്കരമായിട്ട് ഒരു നിലവാരം ഉണ്ടായിരുന്നു, ഞാനത് സമ്മതിക്കുന്നു. അപ്പൊ നിങ്ങള് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് പുറകിലായിട്ട് വരുന്ന മീസലീനിയസ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.